സംസ്ഥാനത്തെ 2 വൈസ് ചാൻസലർമാരുടെ നിയമനം അസാധുവാകാൻ സാധ്യത. നിയമനം സംബന്ധിച്ച് യുജിസിയുടെ വിശദീകരണം എതിരായതായാണ് ഡിജിറ്റൽ വിസി സജി ഗോപിനാഥിന് തിരിച്ചടിയാകുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതോടെ വെറ്ററിനറി സർവകലാശാല വിസിയുടെ സ്ഥാനവും നഷ്ടമായേക്കും. സാങ്കേതിക സർവകലാശാല വിസി സജി ഗോപിനാഥ്, വെറ്ററിനറി സർവകലാശാല വിസി ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥ് എന്നിവർക്കെതിരെയാണ് അച്ചടക്ക നടപടി നടക്കുന്നത്. യുജിസി നോമിനിയെ ഒഴിവാക്കി നിയമനം നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. നിലവിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലുള്ള വിസി എന്തുതന്നെ വിശദീകരണം നൽകിയാലും അത് അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. സമാനമായി നിയമനം ലഭിച്ച ഫിഷറീസ് വൈസ് ചാൻസലറെ ഇതേ കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോടതി പുറത്താക്കിയത്. ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വിസിമാരുടെ കാര്യത്തിൽ യുജിസിയുടെ ഭാഗം കൂടി കേട്ട ശേഷം നടപടിയെടുക്കാമെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. ആദ്യ വിസിമാരെ സർക്കാർ ശുപാർശ പ്രകാരം സെർച്ച് കമ്മിറ്റി കൂടാതെ നിയമിക്കാമെങ്കിലും അംഗീകാരം ലഭിച്ച ശേഷം ചട്ടമനുസരിച്ച് നിയമനം നടത്തണം എന്നതാണ് വിഷയത്തിൽ യുജിസിയുടെ മറുപടി. ഇതോടെ ഡിജിറ്റൽ വിസി സജി ഗോപിനാഥിന്റെ നില പരുങ്ങലിലായി. ഏത് സമയം വേണമെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായേക്കാം. KTU വിസിയുടെ അധിക ചുമതല കൂടിയുള്ളതിനാൽ അച്ചടക്ക നടപടിയുണ്ടായാൽ അവിടെയും പുതിയ ഒരാളെ കണ്ടെത്തേണ്ടിവരും. ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാറക് പാഷ നേരത്തെ തന്നെ രാജി നൽകിയതിനാൽ നടപടി അദ്ദേഹത്തിന് ബാധകമാകില്ല. മീഡിയ 1, തിരുവനന്തപുരം.